ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ഇരിട്ടി ആർല ഫാമിലേക്കാണ് കേട്ടോ. അത് ബസ് യാത്ര. ടിക്കറ്റിൽ വന്നത് രണ്ടാൾക്ക് 122 ഉറുപ്പ്യാണേ. നമ്മൾ ചാലോട് നിന്നാണ് കയറിയത്. മട്ടുന്നൂരിൽ 1:45 തന്നെ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. നേരെ നമ്മൾ ഇരിട്ടിയിലെത്തിയപ്പോൾ ഏകദേശം ഒരു 2:10 അതിന് ഇരിട്ടി സ്റ്റാൻഡിലെട്ടാ. അവിടെ നിന്ന് പിന്നെ 2:30 ബസ് എടുക്കുക. അവിടുന്ന് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് സാവധാനം 2:30 ആകുമ്പോൾ ബസ് എടുക്കും. ഡ്രൈവർ പേരാണ് ഷാജി ഏട്ടൻട്ടാ. നല്ല ജോളിയാണ്. കണ്ടക്ടറെല്ലാം നല്ല അടിപൊളിയാട്ടാ. നമ്മൾ നേരെ പോകുന്നത് കീയപ്പള്ളി ആട്ടാ, ഇരിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ നേരെ ആർല ഫാമിലേക്ക് പോവാട്ടാ. അപ്പോൾ നമുക്ക് കണ്ടക്ടർ ഒരുപാട് കാര്യങ്ങൾ കണ്ണൂരിന് എത്ര മണിക്ക് വിടുക? കണ്ണൂരിന് 12:45 കീപ്പള്ളി ആർല ഫാമിലേക്ക് പോകും. ഫുള്ളൊരു ഗ്രാമത്തിലോട്ടുള്ള യാത്രയല്ലേ? അത് ഇരിട്ടിയിൽ വരും. ഇരിട്ടിയിൽ നിന്ന് കീഴ്പള്ളി വഴി ആർല ഫാമിലേക്ക്, തക്കോപ്പാലം വഴി ആർല ഫാമിലേക്ക് പ്രവേശിച്ച് അതുവഴി അങ്ങനെ ആർല ഫാം സ്കൂള്, കോടന്തോട്, വളയഞ്ചാല്, ആനമുക്ക് വഴി വീണ്ടും ആർല ഫാം സ്കൂളിലേക്ക് വരും. വീണ്ടും 13-ാം ബ്ലോക്ക് 7-ാം ബ്ലോക്കിൽ കറങ്ങി വീണ്ടും തക്കോപ്പാലത്തിന് വരും. വീണ്ടും തിരിച്ചു പിന്നെ കീഴ്പള്ളിക്കേക്ക് വരും. കീഴ്പള്ളിയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകും. വീണ്ടും രാത്രി വന്നിട്ട് വീണ്ടും 7-ാം ബ്ലോക്ക് വഴി ചുറ്റി കീഴ്പള്ളി ഓൾട്ടാവും. അപ്പോൾ കണ്ണൂരേക്ക് പിന്നെ ഇല്ല, മടക്കില്ല? കണ്ണൂരേക്ക് നാളെ രാവിലെ 8:30 മണിക്ക് ഫാം എടുക്കുന്നത്, ഫാം സ്കൂളിൽ എടുക്കുന്നത്. രാവിലെ ഒരു കറക്കം കറങ്ങി വന്നതിന് ശേഷം കണ്ണൂരേക്ക് പോകും. അപ്പോൾ ഒരു 1.5 യാത്രയാണ്. 1.5 യാത്രയാണ് അല്ലേ? കാട്ടിലോട്ടുള്ള യാത്ര നല്ല സുഖമാണ്. അങ്ങനെ നമ്മൾ ഇരിട്ടി ആർല ഫാമിലെ റോഡിലേക്ക് കയറിയട്ടാ. ഒരു ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു കാടായിട്ടുള്ളൊരു ഗ്രാമത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി സംഭവം കേട്ടോ. എന്താ പറയുക, നമ്മളൊരു ഓഫ് റോഡ് പോകുന്ന ഒരു വൈബാണ് നമ്മൾ ഈ ഒരു KSRTCയിൽ പോകുമ്പോൾ കിട്ടുന്ന കേട്ടോ. അത്രയും കിടലം പോലത്തെ യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള യാത്രയില്ലേ, നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണം. അത് KSRTC ബസ്. ഇതാണ് നമ്മളെ ആർല ഫാമിലെ ഹയർ സ്കൂൾ കേട്ടോ. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. ഞാൻ ഒരുപാട് വർഷമായി ആർല ഫാമിലേക്ക് വന്നിട്ട്, പക്ഷേ ലൈഫിൽ ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര വരുന്നത്. അത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്കൊരുപാട് കൃഷി സംഭവങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഒരുപാട് ഫാക്ടറി ആട്ടോ. കശുവണ്ടി ഉണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ എന്താ പറയുക, അത്രയും ചെറിയ ഇടുങ്ങിയ റോട്ടിലോട്ടാണ് ഈ ബസ് പോകുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ നെട്ടിപ്പോയേട്ടാ. നമ്മളെ ഷാജിയേട്ടൻ നല്ല പറപ്പിക്കുന്നുണ്ട്. നല്ല അടിപൊളി എക്സ്പോർട്ടായിട്ടുള്ള ഡ്രൈവറാണ് കേട്ടോ നമ്മൾ ഷാജിയേട്ടൻ. അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ കണ്ട് നമ്മൾ പഴയ കാലത്ത് നമ്മളിങ്ങനെ ആടിനൊക്കെ മേയ്ക്കുന്നത് പോലെ ആ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് കാണുമ്പോൾ മനസ്സിലായത്. അങ്ങനെ നമ്മൾ നേരെ പോയി ഇതൊരു പഴയ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇതിപ്പോൾ പൂട്ടിക്കിടക്കാൻ തോന്നുന്നു. ഈ ഒരു ആർല ഫാമിലെ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഒരു 1.5 യാത്രയാണ് ഇത്. നമ്മൾ ആന മതിലാട്ടോ. ആന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ആന എന്താ പറയുക, റോട്ടിലേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആന മതിലാണത്. അപ്പോൾ അവിടെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല റോഡാട്ടോ. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. അതുപോലെ തന്നെ ഒരുപാട് ആദിവാസി കോളനിയൊക്കെ നമ്മൾ കണ്ടു. ഭയങ്കര ഒരു ദിവസത്തെ ട്രിപ്പ് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾ വന്നറിയണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ബസ് യാത്ര അനുഭവപ്പെടാൻ പറ്റും. അത്രയും അടിപൊളി യാത്രയായിരുന്നു. ഒരു ദിവസം നമുക്ക് അത്രയും എൻജോയ് ചെയ്യാം. അങ്ങനെ നമ്മളൊരു കിടലം പോലത്തെ ഒരു ഓഫ് റോഡ്, ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി കേട്ടോ. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഈവനിങ് ഒരു രാത്രിയെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കാണാൻ പറ്റും. അത് ഇരിട്ടി കീയപ്പള്ളിയിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു ബസ് ഉണ്ട് പോലും. ആ ബസ്സിൽ വന്നാൽ ചിലപ്പോൾ ആനനൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്കൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. നമ്മളിത് ശരിക്കും ഒരു ഗ്രാമം ആസ്വദിക്കാനായിട്ട് അങ്ങനെ വന്നതാണ്. എന്ന് വെച്ചാൽ ഒരു കാടും ഒരു ഗ്രാമത്തിലോട്ടുള്ള ഒരു യാത്രയൊക്കെ ആസ്വദിക്കാൻ. പിന്നെ നമ്മൾ ആടെ ഒരു ഗേൾസ് ഹോസ്റ്റലിൽ നമ്മളെ ഒരുപാട് വീഡിയോസ് കാണുന്ന ഒരുപാട് ചങ്കിൾസിനെ നമ്മൾ കണ്ടിട്ടോ. എന്താ പറയുക,
ഇവിടെ നമ്മൾ ഒരുപാട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന നമ്മൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ അവിടെ നിന്ന് കണ്ടു. അതുപോലെ ബസ്സൊന്നും കണ്ടു. ഭയങ്കര ഹാപ്പി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു വൈബാണ്. നമ്മൾ ഈ ആർല ഫാമിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 റൗണ്ട് നമ്മൾ അടിക്കും കേട്ടോ. അത് പല കട്ട് റോഡിൽ കയറിയിട്ടാണ് നമ്മൾ 3 റൗണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും ബസ് ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ ഒരു 45 റുപ്യേൻ്റെ ഒരു ടിക്കറ്റ് എടുത്തു. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വീണ്ടും എത്തി. പിന്നെ വേറൊരു റൂട്ടിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത് കേട്ടോ. നമ്മളൊരു അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്കൊന്നും തിരിയില്ല. എന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക കട്ട് റോഡും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ വേറെ വേറെ റോട്ടിലോട്ടാണ് നമ്മൾ കയറുക. അത് നിങ്ങൾക്ക് ഒന്നും തിരിയില്ല. അതിൻ്റെ അകത്ത് വന്നാൽ നമുക്കൊന്നും തിരിയുന്നില്ല. ഇത് എങ്ങനെയല്ല എവിടെയല്ലാന്ന് നമ്മൾ വന്ന വഴി തന്നെ അവിടെ തന്നെ പിന്നെ നമ്മളെത്തും. ഒരു രസം തന്നെയാണ് അത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ KSRTC തന്നെ നിങ്ങൾ വരണം. എന്നാൽ നിങ്ങൾക്കത് ഒരു എൻജോയ് ചെയ്യാൻ കഴിയും. പ്രൈവറ്റായിട്ട് കാറിൽ വന്നാലൊന്നും ഒരു രസം കിട്ടൂല, ഒരു വൈബ് കിട്ടൂല, അത് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം എന്താ പറയുക ചുറ്റിക്കറങ്ങി. അതിൻ്റെ അകത്ത് ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തു. പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരധികം ഉള്ളോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ സ്കൂൾ കുട്ടികളെല്ലാം ഇറക്കാൻ പിന്നെയും അതിൻ്റെ അകത്ത് ഉള്ളോട്ടൊക്കെ പോകുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു വർക്കിൻ്റെ ദിവസം വരണം ഇൻഷാ അള്ളാ. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം ചുറ്റിക്കറങ്ങി കേട്ടോ. അടുത്ത ആൾക്കാരൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമായി. ഈ ഒരു ട്രിപ്പ് ശരിക്കും നമുക്ക് ബെർത്തായിട്ടുണ്ട്. അത്രയും നമ്മൾ അടിപൊളി എന്താ പറയുക യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് 12:45 KSRTC സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ് എടുക്കും. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കീപ്പള്ളി നമ്മൾ മജീദ് ഖാൻ്റെ ഹോട്ടലിൽ പോയിട്ട് നല്ല ചൂടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ എന്താ പറയുക വറവും അച്ചാറെല്ലാം കൂട്ടി അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് പോയാട്ടോ. അപ്പോൾ ശരി എന്നാൽ.